എല്ലാവരും വിചാരിക്കും മണി പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും മണി പ്രോബ്ലം മാത്രമാണ്, അത് ഫിനാൻഷ്യൽ പ്രോബ്ലം മാത്രമാണെന്നാണ്. പക്ഷേ ആ പ്രോബ്ലം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ റീസൺ ഫിയർ ഓഫ് ഫെയില്യൂർ ആണ്. നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പരാജയത്തിൻ്റെ ഭീതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഫെയില്യൂർ ആയിട്ടുള്ള സിറ്റുവേഷൻ്റെ ഓർമ്മ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മണി പ്രോബ്ലമായിട്ട് പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലുണ്ടാകും. അടുത്തതെന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് റിജക്ഷനാണ്. നമുക്കറിയാം, ഫിയർ ഓഫ് റിജക്റ്റഡ് ആകാത്തവർ വളരെ കുറച്ച് പേര് ആയിരിക്കും ഉള്ളത് ലൈഫിൽ, അല്ലേ? ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മെമ്മറി നമ്മുടെ ഉള്ളിൽ കിടന്നാൽ പോലും അതും നമ്മളെ മണി ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് ഫിയർ ഓഫ് വിസിബിലിറ്റിയാണ്. ഇപ്പോൾ കാശ് വേണം, പക്ഷേ എന്നാലും എനിക്ക് ആളുകളുടെ മുന്നിൽ പോയി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പോയി ആളുകൾ സോഷ്യലൈസ് ചെയ്യുന്നിടത്ത് പോയി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഫിയർ ഉള്ളിലുണ്ടെങ്കിലും അത് മണിയെ ബാധിക്കും. മണി നമ്മളിലേക്ക് വരില്ല, മണി വരാനുള്ള സാധ്യതകൾ ഇല്ലാതാകുകയാണ് ചെയ്തത്. അത് ഗിൽറ്റ് ഓഫ് റിസീവിങ് മണിയാണ്. ചില ആൾക്ക് എന്തെങ്കിലും റിസീവ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഈവൻ ഒരു അപ്രീസിയേഷൻ കിട്ടിയാൽ പോലും ഇറ്റ്സ് ഓക്കെ, അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പറയും എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചാൽ പറയും നോ നോ നോ, ഞാൻ ചെയ്തോളാം, ഇറ്റ്സ് ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റി. റിസീവിങ് എനർജി അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്കേഴ്സിറ്റി ഇഷ്യൂസ് ഉണ്ടാകാം. കാരണം അവരെ റിസീവിങ് പോർട്ടൽ ഓഫാണ്, അതുകൊണ്ടാണ് അവർക്ക് ഒന്നും റിസീവ് ചെയ്യാൻ പറ്റാത്തത്. മണി എപ്പോഴും നമ്മുടെ സെൽഫ് വർത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ഞാൻ എന്നിൽ വർത്ത്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ, അതനുസരിച്ച് മാത്രമേ, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏണിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു എനർജി, മണി കപ്പാസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു അവർ സെൽഫ് വർത്ത്. അപ്പോൾ അത് കോൺഫിഡൻസ് കുറഞ്ഞിട്ടുള്ളവർ, ഞാൻ അത്ര നല്ലതല്ല, മിടുക്കുമല്ല എന്ന് വിചാരിക്കുന്ന പോലെ സമ്മതം ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കേഴ്സിറ്റി ബേസ്ഡ് കണ്ടീഷനാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടും പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റീസ് ഇവരൊക്കെ നമ്മൾ കണ്ടീഷൻഡ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു സ്കേഴ്സിറ്റി ആണ് നമ്മൾ അബ്സോർബ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്കേഴ്സിറ്റി ആണ് കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പ്രോഗ്രാംഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് ആ മൈൻഡ് സെറ്റ് മാറ്റിയില്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കണ്ടീഷൻസ് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മളെ ഹീൽ ചെയ്യുക. ചൈൽഡ്ഹുഡ് ട്രോമ ഡിലീറ്റ് ചെയ്യപ്പെടണം. നമ്മൾ ചെയ്ത പ്രോഗ്രാമിംഗ് റീപ്രോഗ്രാമിംഗ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ടോട്ടലി ഈ ഫിയറും ഈ റിജക്ഷനും ഒക്കെ ഉണ്ടാകുന്ന ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്നാണ്. അത് ആ ഒരു ഹീലിംഗ് ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ആകാം, ചിലപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതാകാം. അതെല്ലാം ഹീൽ ചെയ്താൽ മാത്രമാണ് മണി ആൻഡ് അബണ്ടൻസ് നമ്മുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി പറയുന്ന വീഡിയോസ് ഇനി വരുന്നുണ്ടാകും. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. താങ്ക്